എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലെ ചാർധാം ക്ഷേത്രങ്ങളിലൊന്നായ ബദ്രീനാഥിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇനി ബദ്രീനാഥിലേക്ക് 89 കിലോമീറ്ററുണ്ട്. മാന 93 കിലോമീറ്റർ, ജോഷിമഠ് 45 കിലോമീറ്റർ, തപോവൻ 60 കിലോമീറ്റർ. അപ്പോൾ ഇനി നമുക്ക് ബദ്രീനാഥിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് അച്ചയ്ക്ക് പിടിക്കാൻ കൊടുക്കാം അല്ലേ? അച്ഛ പിടിച്ചോ, ബാ ബാ ബാ. കുറേ മല കയറി ഇപ്പോൾ ഇവിടെ എത്തിയത്. ഞാൻ ഓർത്ത് ഇവിടെയൊക്കെ നല്ല തണുപ്പായിരിക്കുന്നു. ഇത്രയും മല കയറിയിട്ടും ചൂടിനൊരു കുറവുമില്ല, നല്ല ചൂട്. ഇപ്പൊ ഇന്റർസെപ്റ്റർ ആയിരുന്നു, സ്പീഡ് പിടിക്കാൻ കിടന്നവരെ കൈ കാണിച്ചപ്പോ ഞാൻ ഓർത്തേ നമ്മൾ പതുക്കെ വന്നേന്ന് ഒരു വണ്ടി വന്ന് കാണാൻ വേണ്ടിട്ട്. फैमिली हाँ ये दो बेडरूम है और टॉयलेट है. हाँ टॉयलेट है सब. अरे वेरी गुड. ये अपनी पर्सनल? हाँ पर्सनल गाड़ी है. ये तो लेडीज ट्रक ड्राइवर्स है, ये भी चलाते हैं. अच्छा. बेटी भी ट्रक चलाते हैं. हाँ ये भी चलाते हैं. चलो थैंक यू. ओके सर. ഇപ്പോൾ നമ്മൾ ചമോലി കഴിഞ്ഞിട്ട് ബദ്രീനാഥ് റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ലഡാക്ക് യാത്രയിലെ 13ാമത്തെ സ്റ്റേറ്റായ ദേവഭൂമിയായ ഉത്തരാഖണ്ഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുത്തേ ട്രാവലോൻ്റെ ബദ്രീനാഥിലേക്കുള്ള യാത്രയിലേക്കും കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. ദ ഹിമാലയൻ ഫാമിലി ട്രെയിൽ കണക്റ്റിംഗ് കൾച്ചേഴ്സ് ഫ്രം കേരള ടു ലഡാക്ക്. ഇവിടുന്ന് നല്ല മല കയറുവാന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം മലകളല്ലേ, നമ്മൾ ഋഷികേശ് കഴിഞ്ഞപ്പോൾ തൊട്ട് മല കയറാൻ തുടങ്ങിയത്. പക്ഷേ ആ മലയൊക്കെ ഇച്ചിരി ഭേദം ഉണ്ടായിരുന്നു. എന്നാ മലയുടെ സൈഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പോരുമ്പം 7 പേരുമായിട്ടാണ് നമ്മൾ ലഡാക്കിന് പോയത്. 9 പേര്. 7 പേര് പിന്നെ അത് 8 പേരായി, പിന്നെയാണ് 9 പേരായത്. എല്ലാം നല്ല ചെങ്കുത്തായ മലനിരകളാണ്. ഇപ്പം ലഡാക്കൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ചണ്ഡീഗഡിലെത്തി. സൂര്യൻ രാജേഷിനെയും പിള്ളേരെയും ചായബ്രോയെയും ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു നമ്മുടെ 66-ൽ. അപ്പം പിന്നെ ചണ്ഡീഗഡിലേക്ക് അന്നേരം പൊന്നു വന്നു. പിന്നെ അത് തന്നെയല്ല, അവിടുന്ന് ഒരാളെയും കൂടെ കൂട്ടി. എന്നാ പറയുക, നമ്മൾ ഹിമാലയത്തിലേക്ക് പോകാൻ പോകുന്നതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു ആളെയും കൂടെ കൂട്ടി, ചാത്തുണ്ണിയും കൂടെ. ഓടിക്കാതെ വേറെ കുഴപ്പം, സൈഡിലിരിക്കാനല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് അത് ഈ ടണൽ പണിയാനുള്ളതാണെന്ന് തോന്നുന്നു. ആ റൗണ്ടിലുള്ള കോൺക്രീറ്റ് പീസുകൾ ഉണ്ടായിരിക്കുന്നത്. താഴേക്ക് നോക്കി നല്ല രസം. അളകനന്ദാനന്ദയുടെ തീരത്തേക്ക് നോക്കി. താഴെ ഇഷ്ടംപോലെ വീടുകളും കൃഷിസ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഈ സ്ഥലപ്പേര് ഗഡി. ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് മെയിൻ ചാർധാം ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ദ്വാരക, പുരി ജഗന്നാഥ ക്ഷേത്രം, രാമേശ്വരം, ബദ്രീനാഥ് എന്നീ 4 ക്ഷേത്രങ്ങളാണ്. ഉത്തരാഖണ്ഡിലെ യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രീനാഥ് ആണ് ചോട്ടാ ചാർധാം എന്നറിയപ്പെടുന്നത്. ഈ സ്ഥലപ്പേരാണ് പിപ്പൽകോട്ടി. ഈ ചെറിയ ചെറിയ സിറ്റികളിലെല്ലാം വഴിക്ക് വീതി കുറവാണ്. മാന 81 കിലോമീറ്റർ, ബദ്രീനാഥ് 77, തപോവൻ 41, ജോഷിമഠ് 33. അപ്പൊ എവിടെ ഇരുന്ന് നോക്കിയാലേ അളകനന്ദാനന്ദി കാണത്ത് പോലുമില്ല, അത്രയും താഴെയാണ്. അത്ര ആഴത്തില. എന്നാ വലിയ മലയാന്ന് നോക്കിയേ, മോൾവശം കാണത്ത് പോലുമില്ല. ആ മലയിൽ ഫുള്ള് വഴിയുണ്ട്, താഴോട്ടൊക്കെ വഴിയുണ്ട്. അതുപോലെ എന്നാ ഹൈറ്റുള്ള മലയാണ്. എന്നിട്ട് തട്ടുതട്ടായിട്ട് കൃഷിയും ചെയ്തിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് ആ വഴിക്കൂടെ നമുക്ക് പോകണ്ടെന്ന് നോക്കിയേ. പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഇടിഞ്ഞു പോയിട്ട് പിന്നെ പണിതുകൊണ്ടിരിക്കുക. ഈ സൈഡെല്ലാം ഇടിഞ്ഞിരിക്കുക. അതോ ബൈക്കാർ വരുന്ന വരവുണ്ടോ? അവരവിടെ കേബിളൊക്കെ ഇതേ കെട്ടുന്ന മണ്ടയില് പണിക്കാര്. ഇത് മറ്റേ നെറ്റ് ഇടാൻ വേണ്ടി അവര് ഇത് ചെയ്യാന്ന് തോന്നുന്നു. നെറ്റ് ഇടാനേ കുഴി അടിച്ചോണ്ടിരിക്കുന്ന ഈ പാറക്കകത്ത് കുഴി അടിച്ചിട്ട് ഇതുപോലെ വലിയ കമ്പി അതിനകത്ത് ഉറപ്പിക്കും. എന്നിട്ട് അതിലാണ് നെറ്റ് മുറുക്കപ്പെടുന്നത്. നമ്മളിപ്പോഴേ NH7 കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ നമ്പർ NH58. ഇവിടെ എല്ലാം അതെ, ഹിമാചലിലും ഇതുപോലൊക്കെ തന്നെയല്ലേ. അവിടെ ഇതേ വീടുകളും കൃഷിസ്ഥലങ്ങളാ താഴോട്ട് തട്ടുകെട്ടായിട്ട് കാണുന്ന മൊത്തം. ഇതുണ്ട്, ഈ വിളമ്പത്തോടെ നമ്മൾ പോകുന്ന കേട്ടാ. നല്ല ഹൈറ്റിൽ കൂടെ നമ്മൾ പോകുന്നത്. നല്ല ഹൈറ്റ്, ആ തൂക്കായിട്ടുള്ള മലയാ. ഈ ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലാണ് കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
കേട്ടോ, അടുക്കടുക്കായിട്ടാ പാറ നിൽക്കുന്നത്. ഇത് താഴെക്കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ഇത്രയും നേരം നല്ല കലങ്ങിയ വെള്ളമായിരുന്നല്ലോ, നല്ല പച്ച വെള്ളം. അത് ചിലപ്പോ എന്നായിരിക്കും അറിയാം, നമ്മള് പുറയിൽ ഒരിടത്ത് കണ്ടില്ലേ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അവിടുന്ന് അങ്ങോട്ട് കലങ്ങിയായിരിക്കും ഒഴുകി പോകുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് മഴ പെയ്തിട്ടുണ്ടാവില്ല. കണ്ടോ, ആ ബസ്സേ വന്നവരെല്ലാം അവിടെ ഫുഡ് വെച്ച് കഴിക്കുക. ഉത്തരാഖണ്ഡ് പരിവഹൻ നിഗം, ഇവിടുത്തെ സർക്കാർ വണ്ടിയാണ്. പൈൻ മരത്തിന്റെ കായൊക്കെ അവിടെ ഏതാണ്ടെല്ലാം ഉണ്ട് കേട്ടോ. അത് മൊത്തം വിൽക്കാൻ വെച്ചേക്കുന്ന പൈൻ മരത്തിന്റെ കായ. ഇതെല്ലാം ഹിമാലയത്തിലെ കുറേ പച്ചമരുന്നുകളാണ്. ഷുഗറിനുള്ളതും കിഡ്നി സ്റ്റോണിനുള്ളതും പിന്നെ ഗ്യാസിനുള്ളതും ഒക്കെ ഉണ്ട്. ഇത് പൈൻ മരത്തിൻ്റെ പൂവാണ്. ഇത് പൂജാമുറിയിലൊക്കെ വെക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇത് പിന്നെ പൂജാമുറിയിലൊക്കെ വെക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇത് ഏതോ മരത്തിൻ്റെ ഒരു തണ്ട, ഏത് മരമാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇത് പൂജാമുറിയിലൊക്കെ വെച്ചാൽ ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ മാറുമെന്നാണ് വിശ്വാസം. ഇതും അതുപോലെ തന്നെ ഗ്യാസിനുള്ള ഒരു മരുന്നാണ് ഇത്. അപ്പോൾ ഇത് ഉണക്കിയിട്ട് പൊടിച്ച് വെള്ളത്തിൽ കലക്കി വെറും വയറ്റിൽ കുടിക്കണം. ഇവിടെ ഇതുപോലെ കുറേ കടകളുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ പച്ചമരുന്ന് കട അതുപോലെ. ഇത് ഷുഗറിനുള്ളതാണ് ഈ തടി. അപ്പോൾ ഈ തടി പീസ് കൊണ്ടുപോയിട്ട് നമ്മളിത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല മഞ്ഞ കളറാവും. എന്നിട്ട് അത് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഷുഗർ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്നാണ് പറഞ്ഞത് 2 ആഴ്ച കുടിച്ച് കഴിയുമ്പോഴത്തേനും. ഇത് കിഡ്നി സ്റ്റോണിനുള്ള മരുന്നാണ്. ഇത് പച്ചക്കുരുമുളക് പോലെ ഇരിക്കുന്നത്. ഇത് പല്ലുവേദനയ്ക്കുള്ളതാണെന്ന് പറഞ്ഞത്. ഇതും പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഷുഗറിനുള്ളതാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇതുണ്ടോ, ഇത് നല്ല പ്ലാവിൻ്റെ വിറവ് പോലെ ഇരിക്കുന്നു. എനിക്ക് നല്ല മഞ്ഞ കളറ്. നമുക്ക് വീട്ടിൽ ഒരു പ്ലാവിൻ്റെ ഒരു കമ്പെടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് നോക്കാം മഞ്ഞ കളറാവുമെന്ന്. നമുക്കൊന്ന് കഴിക്കാൻ പോവാം. എന്നാ കഴിക്കുന്നേ? ഇവിടുത്തെ എന്തായാലും നോക്കാം. റൊട്ടിയോ എന്തായാലും ഉണ്ടാവും തോന്നുന്നു. എന്നുവെച്ചാലോ നമുക്ക് പോവാം. ചേച്ചിക്കും അമ്മയ്ക്കൊന്നും വേണ്ട, അവരെന്തായാലും ചേട്ടൻ സ്നാക്സ് കണ്ടുണ്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴിത് ഇവിടെ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് ഇവിടെ തന്നെ കയറിയേക്കാം. ആ തരാം. ബാ. ഇപ്പോൾ ഒരു താലിയാണ് പറഞ്ഞത്. താലിക്കകത്ത് 4 റൊട്ടി, പരിപ്പ് കറി, ഇത് ബേഗൻ മസാല, പിന്നെ ഇത് അച്ചാറ്, തൈര്, ഇത്ര സാധനമുണ്ട്. അപ്പം 2 റൊട്ടി അങ്ങോട്ട് കഴിച്ചു. അപ്പം റൈസും ഉണ്ട്. ഇത് കഴിച്ചു കഴിയുമ്പോൾ റൈസ് കൂടെ വരും. ചാത്തുണ്ണിക്ക് എന്നാ വേണ്ടേ? റൊട്ടി. റൈസ് വേണ്ടല്ലേ? ചാത്തുണ്ണിക്ക് റൈസ് വേണ്ട. അപ്പം റൊട്ടി പറഞ്ഞിട്ടുണ്ട്, വരുന്നുണ്ട്. ഇതേ പച്ചമുളക് വേണമെങ്കിൽ ഇഷ്ടംപോലെ ചുമ്മാ എടുത്ത് ഇത് ഇങ്ങനെ ഒരെണ്ണം പിടിച്ചിട്ട് കടിച്ച് കടിച്ച് തിന്നാം. പക്ഷെ എനിക്ക് വേണ്ട. നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്. ഇപ്പം വണ്ടി കുറവ് കേട്ടോ. മുമ്പൊക്കെ എന്തോരം വണ്ടികളായിരുന്നു. ഈ നമ്മുടെ ഹോട്ടലിൻ്റെ പുറകിലത്തെ ഒരു ചെറിയൊരു തോട, നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമായിരുന്നു. വണ്ടികളുണ്ട് കണ്ടോ. വണ്ടികളില്ലാത്തതല്ല, എവിടെയെങ്കിലും ബ്ലോക്കായി നിന്നിട്ട് വരുന്നതായിരിക്കും. ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ആയാലും ചാത്തുണ്ണി ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. വെറുതെ ഇരുന്ന് ഉറങ്ങിയൊക്കെ മടുത്തു. അതെ അതെ, ചുമ്മാ അവിടെ പുറകിൽ പോയിരുന്നു. ഞാൻ പറഞ്ഞ അന്നേരം പുറകിൽ അവിടെ ഇരിക്കട്ടെ, എവിടെ നല്ല സുഖമായിട്ടിരുന്ന് ഉറങ്ങിയല്ലേ? നമ്മൾ കയറി വന്ന വഴിയുണ്ടോ? അതുകൊണ്ട് ആ മലയിൽ കൂടെ വന്നത്. ഇങ്ങനെ ഓരോ മലയിൽ കൂടെ കയറിയാ നമ്മളിപ്പോൾ അടുത്ത മലയിൽ കൂടെ പോകുന്നത്. ബാക്കി അങ്ങോട്ട് നോക്കിയേ, നമ്മൾ വന്ന വഴികൾ നോക്കിയേ. ആ മലയിൽ കൂടെ വന്നേ നമ്മൾ ഇപ്പുറത്തെ മല വരുമ്പോഴേ കാണത്തുള്ളൂ. അതെ, നമ്മളിനി ഉയരങ്ങളിലേക്ക് കയറി പോവാ. ഒത്തിരി പുതിയ പാലങ്ങളൊക്കെ പണിതിട്ടുണ്ടല്ലേ? പുതിയ പാലങ്ങള്, പിന്നെ കുറെ പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ, ഇവിടെ എല്ലാം ഇടിയുന്ന ഭാഗങ്ങളാ. അതെല്ലാം നെറ്റിട്ട് വെച്ചേക്കാം. ഇതുണ്ട്, അവിടുന്ന് നമ്മൾ അടുത്ത മലയ്ക്ക് അറിയാം. ഇനി അതേ അടുത്ത മലയിലേക്ക് പോവാം. അതിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി പോവാം. തങ്കരി. ഇവിടെ ആക്കിയാലും ഡീസൽ ഒന്നുകൂടെ ഫുള്ളാക്കിക്കൊണ്ട് പോയേക്കാന്ന് വെച്ചു. ഈ കയറ്റമെല്ലാം കയറി ഡീസൽ തീർന്നു. ഇവിടെ ഡീസലിന് 89 രൂപ 59 പൈസ. ചെറിയൊരു പമ്പാ. വണ്ടി തിരിഞ്ഞു പോകാനുള്ള ഇട കുറവാണ്. അല്ലേ, അടുത്ത ഒരു ബസ് ഡീസൽ അടിക്കാൻ പോകുന്നത്. അതിൻ്റെ മുകളിൽ എന്ത് ലോഡാന്ന് നോക്കി. ഇതെല്ലാം ഗ്രാമങ്ങളിലേക്കല്ല, ബദ്രിനാഥ് പോകുന്ന കേട്ടോ. ജോഷിമഠ് ബദ്രിനാഥ്. ഈ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ ആ മല, ഒരു വലിയൊരു മല. അതിൻ്റെ മുകളിൽ നിന്ന് ഉരുള് പൊട്ടി പോന്നേക്കുന്നതാണ്. ഇതുണ്ടോ, ഇത്രയും വലിയ ട്രെയിലറൊക്കെ ഇവിടെ കയറി വരുന്നുണ്ട് കേട്ടോ. എത്ര ദിവസം കൊണ്ടാന്ന് പറയാൻ പറ്റിയില്ല. പതുക്കെ കയറി വരും. രാത്രിക്കൊക്കെ മാത്രമായിട്ട് ഓടും. ഞാൻ ഇപ്പൊ കാണിച്ച ആ മല ഉരുള് പൊട്ടി പോന്നേക്കുന്നത്. അയ്യോ, അത് അങ്ങ് മോളിന്നേ പോന്നിട്ടുണ്ട്. ഒത്തിരി മുകളിൽ നിന്നാ. അത് കല്ലൊക്കെ ഇനി അവിടെ ഇളകിയിരിപ്പുണ്ട്. ഇത് നേരത്തെ എങ്ങാണ്ട് പോന്ന കേട്ടോ. ഇതുണ്ടോ, എന്നാ വലിയ മലയാന്ന് നോക്കിയേ. മേലോട്ട് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല.
വലിയ കല്ലൊക്കെയാ വന്നത്. അവിടുന്ന് ഉരുള് പൊട്ടി പോന്നാ നോക്കി താഴേക്ക് അങ്ങ് പോയി. പുള്ളി നടന്നു പോകുന്ന ഒരാളാ കേട്ടോ, ചെരുപ്പിടാതെ കണ്ടോ പോന്നെ. അതുണ്ടോ ഫാമിങ് അതെല്ലാം ഇതുണ്ടോ, ഇങ്ങോട്ടൊന്നും വഴിയില്ലാണ്ട് ഒരു ബിൽഡിംഗ് കിടക്കുന്ന കണ്ടോ. പൊന്നോ ഇല്ലേ മഴയത്തൊക്കെ എങ്ങനെ വരും? മഴയത്ത് വലിയ പാടാ. ആ താഴേക്കൊന്ന് നോക്കിയേ, താഴെ മറ്റേ നദി അളകുന്നെന്താ ഒത്തിരി താഴെയാ. പോട്ടെ കയറിപ്പോട്ടെ, അത്തന്നെ പോട്ടറാ. മൈലേജ് നോക്കിയോ? മൈലേജ് ഒന്നും നോക്കാതിരിക്കുന്നതാണ് ഭേദം. 2.3. 2.4. നിനക്ക് തോന്നിയതല്ലേ അത്? നമ്മൾ നോക്കി അങ്ങനെ. ആ കണ്ടോ എങ്ങനെയുണ്ട്? അന്നേരം ഇന്നലെ കിടന്നുറങ്ങിയ സമയം ഫുൾ ടൈം വണ്ടി സ്റ്റാർട്ടിങ് നിർത്തിയേക്കല്ലായിരുന്നോ? AC ഇട്ട്. അല്ല ഇത്രയും ചൂടാന്ന് ആരറിഞ്ഞു? അതെ ഭയങ്കര ചൂടല്ലായിരുന്നു. ഇപ്പോഴും വലിയ തണുപ്പൊന്നുമില്ല, ഇത്രയും ഹൈറ്റ് കയറി വന്നിട്ടും ഇപ്പോഴും ചൂടാ. ഓ ഇതൊരു അപാര മല തന്നെ കേട്ടോ. എല്ലാം മിക്കവാറും പൊട്ടിച്ചിട്ട് പോയിട്ട് പൊട്ടിക്കണ്ടെങ്കിൽ പോന്നോളൂ. ഇവിടെ ഇതേ പുതിയൊരു ടണൽ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ ഒരു സൈഡേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ട് പോകുന്ന ഇപ്പുറത്തൂടെ പോകണ്ടേ. ഈ ലൈനും കൂടെ അതിനകത്തൂടെ വിട്ടാൽ പോരെ അല്ലേ? 2 വണ്ടി പോകാനുള്ള വീതി ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ആന്ധ്രയിലൊക്കെ നമ്മൾ കാണത്തില്ലേ പോലീസുകാരൊക്കെ പറ്റിക്കാൻ വേണ്ടി, പോലീസുകാരെ പറ്റിക്കാനല്ല, പറ്റിക്കാൻ വേണ്ടി നമ്മുടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ വെക്കത്തില്ലേ? പോലീസുകാർ പറ്റിക്കാനല്ല, പോലീസുകാരുടെ തന്നെ സ്റ്റാച്ചു വെക്കും ഇങ്ങനെ, എന്നിട്ട് കൈ ഇങ്ങനെ നീട്ടി അങ്ങോട്ട് ഇതുവഴി പോണോന്നുള്ളത്. അതെ അതേപോലെ പുള്ളിയാന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങോട്ട് നോക്കി എന്തേരം വഴിയാന്ന് നോക്കി, ഇതിൽ എതിലെയൊക്കെ ആയിരിക്കും പോണ്ടേ. നമ്മളിവിടെ ലഡാക്കിൽ ചെന്ന പോലെയാണ് നോക്കി. ടണൽ അത്രേ ഉള്ളു, പിന്നെ ഇവിടെ ഇപ്പൊ നല്ല ഉറപ്പുള്ള പാറയാണ്. ഓക്കെ, ഇനി ഇത് താഴെ ഇറങ്ങി ചെന്നിട്ട് അടുത്ത മല കയറുക. ഓ ഈ ട്രിപ്പിൽ എത്ര മല കയറിയോ ഹിമാലയത്തില്. അതെ ഹിമാലയൻ ഫാമിലി ട്രെയിൽ. അതെ, ആരാണോ വിട്ടത്? മുത്തിട്ട പേരാ. ഇതുണ്ടോ ഇങ്ങോട്ട് നോക്കി, ഈ പാറ നിൽക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ സ്നോഫോൾ വരുന്ന മഞ്ഞുകാലത്ത്, അതിലേ നമുക്ക് പോണ്ടേ. നമ്മളെ മറ്റേ മല നിന്നപ്പം താഴെ കണ്ട ഈ പാലവും ആ പോകുന്ന വഴിയൊക്കെ നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ്. നമ്മളിപ്പം കണ്ട ആ ടണൽ അതായി. താഴേക്ക് നോക്കിയേ, ഏക്കാലും ഡീസൽ അടിച്ചാൽ നന്നായി. അങ്ങോട്ടും പമ്പ് കാണും, പമ്പില്ലാതെ വരികയല്ല. ഏക്കാലും ലഡാക്കിന് പോയ പോലെ പറ്റിയല്ല. ഇവിടെ ഇഷ്ടം പോലെ കടകളും പമ്പും ഒക്കെ. പിന്നെ ടൂറിസ്റ്റുകളും വരുന്നതല്ലേ ഇഷ്ടം പോലെ, അതുകൊണ്ടാണ് ഹോട്ടലുകളൊക്കെ ഇത്രയേ ഉള്ളത്. ഇവിടെ ഈ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കൊക്കെ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്ന. ഇങ്ങോട്ട് നോക്കി, ഒരു ആൽമരം നിൽക്കുന്നുണ്ടോ? ഓ ഉണങ്ങിയിട്ടൊന്നുമില്ല, ആ ഇല കൊഴിഞ്ഞാ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാ ധാറാട്ടോ. അയ്യോ ഇതെന്നെത്തും. എനിക്കൊന്ന് ഈ മലയിലെങ്ങനെ കയറി ചെല്ലണമെന്ന് തോന്നുന്നു. ഇനി ഒത്തിരി ഹൈറ്റിലേക്ക് കയറാനുണ്ട്. നമ്മളിപ്പോ ഒരു 10,000 അടിക്ക് മുകളിലെത്തി. ഇവര് തീർത്ഥാടകരാണോ അതോ ഓരോ മലയിലൊക്കെ താമസിക്കുന്നവരാണ്? അവര് സൈഡിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ഹരിയാനക്കാരെ തീർത്ഥാടകരായിരിക്കും മിക്കവാറും. അതേന്ന് തോന്നുന്നു കേട്ടോ, ചാർധാം യാത്രയെന്ന് എഴുതിയേക്കുന്നതെന്ന് തോന്നുന്നു. ആ മലമുകളിലൊക്കെ വീടുകളുണ്ട്, കല്ല് കെട്ടിയ വീടുണ്ട് ആ മുകളിലെ. പക്ഷെ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകല്ലോ അവിടെ ഒരു വീടുണ്ടെന്ന്. ഇവിടെ ഇത് തീർത്ഥാടകർക്ക് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഇടിഞ്ഞു പോയേക്കുന്ന കേട്ടോ, ഇവിടെ കെട്ടുന്നുണ്ട്, പണി നടക്കുന്നുണ്ട്. ഇതൊക്കെ മഴക്കാലത്തും അല്ലെങ്കിൽ മഞ്ഞുരുകിയൊക്കെ വെള്ളം വരുന്ന ചാല. അങ്ങനെ വന്ന് നദിയിലേക്ക് കയറുക. അളകനന്ദാ നദിയിൽ എന്നാ വെള്ളം ഒന്നുണ്ടോ, എന്നോ ഒഴുക്കാൻ നോക്കി, എന്തേരം ആഴത്തിലാന്ന് നോക്കി. അവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. റോഡിന്റെ ആണോ ഇനി അത് റെയിൽവേയുടെ ആണോ എന്നറിയില്ല. ഇവിടെ ലാൻഡ് സ്ലൈഡിങ് ഏരിയ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇടിഞ്ഞു വന്നേക്കുന്നുണ്ടോ.
എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മള് ലഡാക്കിൽ കൂടെ പോയാലും ഡേഞ്ചറസ് ആയിട്ടുള്ള മലകളായത്. അതിലും വലിയ ഹൈറ്റ് ഉള്ള മലകളാണ്. ആ, ലഡാക്കിന്റെ വൈബ് വേറെ, ഇത് വേറെ. മലയ്ക്ക് എന്നാ പൊക്കമാണെന്നറിയോ? ഇതേ താഴെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഡാമാന്ന് തോന്നുന്നു. ഞാൻ ഓർത്തത് ടണലാന്ന് ഓർത്താണ് നിർത്തിയത്, പക്ഷേ അത് ഡാമാണെന്ന് ഇപ്പോൾ ഇവിടെ ഒരാളോട് ചോദിച്ചു പറഞ്ഞേ. ആ മല കണ്ടോ എന്നാ മുകളിലേക്ക് എന്നാ ഹൈറ്റാന്ന്. ഇവിടെ സിമെൻറ്റ് ഇതുണ്ടോ, ആ അവിടോട്ട് പണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന സിമെൻറ്റാണ്. ഈ വണ്ടിയെല്ലാം ഇവിടെ ലോഡ് ഇറക്കാൻ കിടക്കുന്ന ലൈനായിട്ട്. അങ്ങോട്ട് നോക്കിയേ എന്നാ വർക്കാണ് നടക്കുന്നത്. ലാൻഡ് സ്ലൈഡ് ആൻഡ് റോക്ക് ഫോൾ സോൺ. ഇവിടെ എവിടെ ഈ സോൺ അല്ലാത്തടം ഉള്ളത്? അതെ, സിങ്കിങ് സോൺ. ആ ഇത് കണ്ടോ വഴി കിടക്കുന്നത് എങ്ങനെയാന്ന്. ചാട്ടുണ്ണിയുടെ മുട്ട് കൂട്ടിയിടിക്കുക. മിണ്ടാൻ പറ്റിയല്ലോ. മാന 61, ബദ്രീനാഥ് 57, ജോഷിമഠ് 13, തപോവൻ 30 കിലോമീറ്റർ. NH7 ബോർഡർ റോഡ് ഓർഗനൈസേഷൻ വെൽക്കം യു ടു ദേവഭൂമി. അളകാന്താ നദി ഒഴുകുന്നുണ്ടോ? നല്ല കലക്ക വെള്ളമാണ്. ഇത് അങ്ങോട്ട് നമ്മൾ കാണുമ്പോൾ ഇതേ കലക്കല. ഇതിന് നല്ല ഒഴുക്കുവാ. ആ താഴേക്ക് ചെല്ലുമ്പോൾ ഇച്ചിരി കട്ടിയുണ്ട് വെള്ളത്തിന്, കലക്കലിന്. നമുക്ക് പോകേണ്ട വഴിയുണ്ടോ? ആ മലയുടെ അങ്ങ് മുകളിൽ കൂടെ നമുക്ക് പോകേണ്ടത്. ഏറ്റവും ടോപ്പിൽ ചെല്ലണം. അതുകൊണ്ടോ വണ്ടി പോകുന്നതൊക്കെ ഇങ്ങനെ ഉറുമ്പ് പോകുന്ന പോലെ ചെറുതായിട്ടേ കാണത്തുള്ളൂ. ഇത് എന്ന് കയറി ചെല്ലും അവിടെ? എനിക്കറിയത്തില്ല. ഈ മലയുടെ മുകളിൽ ചെന്നിട്ട് വേണമെന്ന് തോന്നുന്നു അങ്ങോട്ട് കയറാൻ. അതുകൊണ്ടാ മുകളിൽ കൂടെ ബസ് വരും. നമുക്ക് അതിലേ പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ അപ്പുറത്തൂടെ ആണോ? അല്ല, അതിലേ തന്നെയാ പോകേണ്ടത്. അതിലേ ചെന്ന് കറങ്ങിയായിരിക്കും അടുത്ത മലയിലേക്ക് പോകുന്നത്. ഇവിടെ കണ്ടോ ഇതിന്റെ വർക്കുകളൊക്കെ, റോഡിന്റെ ഒക്കെ വർക്കുകളൊക്കെ VRO ആണ് ചെയ്യുന്നത്. ഇവിടെ ശിവാലിക്ക, നമ്മളവിടെ കണ്ട ഹിമാങ്ക, പിന്നെ ഒന്നുകൂടെ കണ്ടായിരുന്നു, മറന്നുപോയി. ഇതൊക്കെ ശിവാലിക് മലനിരകളുടെ ഭാഗമായിരിക്കും. ഇപ്പം മുകളിൽ കണ്ട ബസ്സാണ് ഇതേ രണ്ടെണ്ണം ഇറങ്ങിയായിരുന്നു. മുകളിൽ കൂടെ വന്ന വണ്ടിയാ. അപ്പൊ നമുക്ക് ആ വഴി തന്നെയാ പോകണ്ടേ. അപ്പോൾ വീണ്ടും ഡ്യൂട്ടിയൊക്കെ മാറി. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും അവിടെ ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെല്ലിയല്ല, ഭയങ്കര കയറ്റോ. ഇനിയിപ്പോ വലിയ കയറ്റോ. ഇത്രയും നേരം വന്ന പോലെ അല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് വരുന്നുണ്ട്. അതിന്റെ വർക്കായി കാണുന്നല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ താഴെ നിന്ന് കണ്ട ഭാഗങ്ങളിൽ കൂടെ ഇപ്പൊ നമ്മൾ പോകുന്നത്. മലകൾക്കൊന്നും ഒരു അവസാനമില്ല. എന്നാ താഴ്ചയാണെന്നറിയോ ഇങ്ങോട്ട്. നമ്മൾ വന്ന വഴിയാ കാണുന്നത്, താഴെ കാണുന്നത്. എങ്ങനെയുണ്ട് താഴോട്ട് നോക്കിക്കാത്ത? നമ്മൾ താഴെ നിന്ന് ഏറ്റവും മുകളിൽ കാണിച്ചില്ല, ആ വഴിക്കൂടെ തന്നെ നമുക്ക് കയറി പോകണ്ടേ. ഈ മലയെ കൂടെ ചെന്നാൽ അതിലേക്ക് കയറുന്നേ. എനിക്കൊന്ന് ലഡാക്കിലേക്കായിട്ടും ഡേഞ്ചറസ് വഴികൾ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് ആണെന്ന് തോന്നുന്നത്. ഇത് പൊക്കമുള്ള മലകളാ. വണ്ടി അങ്ങോട്ട് വലിക്കുന്നില്ലല്ലോ. അളകനന്ദാ നദിയൊക്കെ അങ്ങ് താഴെയാ കാണുന്നത്. ഇപ്പൊ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ? കണ്ടോ, പഴയ ഒരു കല്ല് കെട്ടിയ വീടാണ്. കല്ല അതിന്റെ മുകളിൽ ഇട്ടേക്കുന്ന ഓടിന് പകരം. പാളികളായിട്ടല്ലേ. ഈ ഗ്രാനൈറ്റിന്റെ ഒക്കെ പീസ് പോലെ ഉണ്ട് കണ്ടാല്. നമ്മളെ മേഘാലയ കാണുന്ന പോലെ ഇവരും കൊട്ടയ്ക്കകത്ത സാധനങ്ങളെല്ലാം മലമുകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഈ വഴി മോശം, ഈ പാലം പണി നടക്കുന്നോണ്ടാ. ഇതുണ്ടോ അതിന്റെ അതില തിരിച്ചാ വിടുന്നത്. പോലീസുകാർ നമ്മളോട് കൊണ്ട് ഇവിടെ ഒതുക്കാൻ പറഞ്ഞു. ഈ പുതിയ പാലം വന്നാ പിന്നെ രക്ഷപ്പെട്ടു. മലയാളികളാ കേട്ടോ. ആണോ? അവിടെ പോലീസുകാരൻ നിന്നേക്കാലും അവിടെ വണ്ടി തടഞ്ഞ് നിർത്തിയേക്കുന്നോണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം മിക്കവാറും പോലീസുകാരുണ്ട്. ഇപ്പോഴേ നമ്മൾ ആ താഴെ നിന്ന് കണ്ടില്ലേ ഏറ്റവും ടോപ്പിൽ കൂടെ വണ്ടി പോന്നേ, അതിലേ നമ്മളിപ്പോ പോന്നേ. കേട്ടോ, നമ്മൾ വന്ന വഴി കണ്ടോ? നമ്മളിപ്പോ ഇത്രയും പൊക്കത്ത് കയറി വന്നു. ഇവിടെ ഇഷ്ടം പോലെ പൈൻ മരങ്ങളൊക്കെ ഇപ്പൊ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. താഴെയൊക്കെ കുറവായി. അവിടെ ഒരു പാലമാണെന്ന് തോന്നുന്നു. അവിടെ എന്തോ ബ്ലോക്കായി. ബസ് ഒരെണ്ണം വന്നു ഇപ്പൊ ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു.
ചെറിയ വഴി കഴിഞ്ഞ് അങ്ങോട്ടെന്ന് തോന്നുന്നേ, കണ്ടിട്ട് ലക്ഷണം കണ്ടിട്ട്. ഈ ബസ് വരുന്നോണ്ടാ. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ടെമ്പോ ട്രാവലർ അല്ലാതെ വലിയ വണ്ടിയും കൊണ്ട് വന്നേക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ ലോക്കൽ ഓടുന്ന വണ്ടികളേ ഉള്ളൂ. ഐ ലവ് ജ്യോതിർമഠ്. റേഞ്ച് പോയി കേട്ടോ ഫോണിന്റെ, ഒറ്റക്കെട്ട പോലും ഇല്ല. അതിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ കാണും. എന്നാലും നമ്മൾ ലഡാക്ക് പോയതിനെക്കാട്ടിലും നെറ്റ്വർക്ക് കവറേജ് ഉണ്ട്. നെറ്റ്വർക്ക് കവറേജും ഉണ്ട്, അതുപോലെ കറണ്ടും ഉണ്ട്. വൈകുന്നേരം ആയാലും ഇഷ്ടംപോലെ ലൈറ്റ് ഒക്കെ ഉണ്ട്. അതെ അതെ അതെ. വെൽക്കം ടു നന്ദാദേവി ബയോസ്ഫിയർ റിസർവ്. ജ്യോതിർമഠ് നഗർ. മന 48 കിലോമീറ്റർ, ബദ്രിനാഥ് 45 കിലോമീറ്റർ. നേരെ ഇതാ ജോഷിമഠ് എന്ന് പറയുന്നത്. ജോഷിമഠ് ഇവിടാ. ഇത് ഓലി അതുവഴി ആ റൈറ്റ് 14 കിലോമീറ്റർ മേളിലോട്ട്. അവിടെ മറ്റേ സ്കീയിങ് ഒക്കെ ഉണ്ട് തണുപ്പുള്ള സമയത്ത്. ഇപ്പൊ ഒന്നുമില്ല. പണ്ടത്തെ ഏതോ ഒരു ബസ്സിന്റെ ബോഡി എടുത്തു വെച്ചത് ഇവിടെ കഫ്റ്റേരിയ ഉണ്ട് കേട്ടോ. ഇല്ലേ? ഉണ്ട് 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 ഉണ്ട്. ഇപ്പൊ നമ്മള് ജോഷിമഠ് എത്തി. ഈ ജ്യോതിർമഠിന് തന്നെയാണ് ജോഷിമഠ് എന്ന് പറയുന്നത്. സൈക്കിൾ വന്നവരെ ഉണ്ടാവും. സൈക്കിളിൽ കുറേ പേര് മറ്റേ ഹേംകുണ്ട് സാഹിബ് ഗുരുദ്വാരയിലേക്ക് പോകുന്നുണ്ട്. അത് വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗുരുദ്വാരകളിലൊന്നാണ്. ഇവിടുന്ന് വൺ വേ കേട്ടോ, ഇങ്ങോട്ട് വരുന്ന ലൈനാണ്. നമുക്ക് ഈ താഴെ കൂടെ ആയിരിക്കും പോണ്ടേ അല്ലേ? ബദ്രിനാഥ് ബദ്രിനാഥ് ഇതിലെ ലെഫ്റ്റിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. വൺ വേ. വഴികളെല്ലാം ഈ ടൗണുകളിലെല്ലാം ചെറിയ ചെറിയ വഴികളാണ്. ടൗണ് കഴിയുമ്പോൾ അത്യാവശ്യം വീതി ഉണ്ട്. പിന്നെ നമ്മൾ തുടങ്ങി വെച്ച് നോക്കുമ്പോൾ വീതി കുറയാം. എന്നാലും 2 വണ്ടി കഷ്ടിക്കാനുള്ള പാസ്സാവും. ആ താഴെ കാണുന്ന ഇവിടുത്തെ ഒരു സ്കൂളാണ്. വീടുകളൊക്കെ കണ്ടോ? ചാത്തന് പുറവശം റോഡിൽ കൂടെ തന്നെയാണോ വരുന്നതെന്ന് നോക്കണം കേട്ടോ. അത് നിന്റെ ഡ്യൂട്ടിയാണേ. ഏത് പ്രവേശം? വണ്ടിയുടെ അല്ല, ഇടത്തോ വലത്തോ? ഇപ്പം നിനക്ക് കാണാൻ പറ്റുന്ന നീ നോക്കിയാ മതി. ഇടത്ത വശം ഞാൻ നോക്കുന്നുണ്ട്. ആ നമുക്ക് അത്രയും പേടിക്കേണ്ട ആവശ്യം. സൂക്ഷ്മ നിരീക്ഷണമായിട്ടാണല്ലോ ഓടിക്കുന്നത്. ആ ഒരു കോടികളിലെ ഒന്നല്ല 10,000 ലക്ഷങ്ങൾക്കുള്ള വാഹന ജാഥയുടെ ലീഡിംഗുമായി രതീഷ് പുത്തേട്ട് ജാഥ ക്യാപ്റ്റൻ. ഒരു വണ്ടി തന്നെ പോകാനുള്ള വീതിയില്ല. അന്നേരം നമ്മൾ കഴിഞ്ഞ ദിവസം പോലെ മലയിലുണ്ടാക്കിയ ബ്ലോക്കിന്റെ അത്ര ഇല്ലല്ല. എന്നാ പറയാനാ, ഞാൻ അവിടുന്ന് ഓടിക്കാൻ കയറിയത് നമുക്ക് ഈ ചാത്തനൂടെ കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ ഒന്ന് കയറട്ടെ ചോദിക്കട്ടെ. പിന്നെ ഞാൻ ഓർത്ത് എന്നാ പിന്നെ കുറച്ചു നേരം ഓടിച്ചോട്ടെ ഓർത്തു. നന്നായി. അന്നേരം ഏതൊക്കെയാലേ തഴക്കവും പഴക്കമുള്ള ചാത്തനൂടെ കൊടുത്താൽ മതിയായിരുന്നു. ഹിമാലയത്തിലൊക്കെ ഓടിച്ച്. ഞാൻ ആകെ ഹിൽസ് ഏരിയ ഓടിച്ചിട്ടുള്ളത് കോളി കട്ടപ്പനയൊക്കെയാ. പിന്നെ എവിടെ ഓടിക്കാനാ? ടൗണിൽ കൂടെ മൊത്തത്തിൽ കയറി എനിക്ക് തോന്നുന്നേ. അല്ല, ഇതിലേ വഴി വൺ വേ. അങ്ങോട്ട് പോകുന്ന വഴി ഇതിലേ അല്ല. സുലഭ ശൗചാലയൊക്കെ ഉണ്ട് അവിടെ. എല്ലാ ടൗണിലും ഇതുപോലെ പബ്ലിക് വാഷ്റൂംസ് ഉണ്ട് ഇവിടെ. എല്ലായിടത്തും ഉണ്ട്. വരുന്ന വഴിക്ക് എല്ലാം ഉണ്ട് ശൗചാലയം. പക്ഷെ വണ്ടി നിർത്താൻ ഇടയില്ല. അല്ല, അത് നമ്മുടെ വണ്ടി ആയതുകൊണ്ടല്ലേ. കാറിന് വരുന്നവർക്ക് നിർത്തി കയറാം. പിന്നെ ചില സ്ഥലത്ത് കാർ നിർത്താനും ഇടയില്ല കേട്ടോ. അയ്യോ, നമുക്ക് പോകേണ്ട വഴിയാണോ താഴെ കാണുന്നത്? അങ്ങ് താഴെ വരെ ചെല്ലാൻ തോന്നുന്നു. അപ്പൊ ഇത്രയും കയറ്റം എന്തിനാ കയറിയത്? ഇനി ഇറങ്ങണോ? ആ കയറ്റമല്ല ഓടിച്ച് കയറ്റിയപ്പോ ഞാൻ ഓർത്ത് നീ മുകളിലേക്കാ പോകുന്നത്, ഇനി താഴോട്ട് ഇറങ്ങേണ്ടി വരികയായിരുന്നു. ഇത് താഴെ അങ്ങ് കുഴിയിലോട്ട് ഇറങ്ങണം, എന്നിട്ട് അടുത്ത മല കയറണം. എന്നാലും ഹൈറ്റിൽ തന്നെയാണ് ബദ്രിനാഥ് ഉള്ളത്. എടാ നമുക്കത് അങ്ങ് താഴെ ചെല്ലണം. അങ്ങ് താഴെ ചെന്നാലും വരാം, അടുത്ത മല കയറണം. ഈ ജോഷിമഠ് ഇതെല്ലാം സിറ്റി എല്ലാം ഇടുങ്ങിയ വഴികളാണ്. ഇതുണ്ടോ? ഒറ്റ വണ്ടിയേ പോകുള്ളൂ. ഒരു വണ്ടിയേ പോകുള്ളൂ. അത് തന്നെ. ഇത് വൺ വേ ആയിട്ട് ഇതാ അവസ്ഥ. വേറെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. അതാ ഇവിടെ ഇത്രയും തിരക്ക്. ഇവിടെയൊക്കെ ഇതൊക്കെ ഇവിടെ സ്റ്റേ ചെയ്തേക്കുന്ന ആൾക്കാരൊക്കെയാ. ഇതാ ക്ഷേത്രം കേട്ടോ, ഈ കാണുന്ന ഹർദിക് അഭിനന്ദൻ നരസിംഹ മന്ദിറോ, നരസിംഹസ്വാമിയുടെ ക്ഷേത്രം കേട്ടോ ഇത്. വാസുദേവ മന്ദിർ, ദുർഗാ മന്ദിർ എല്ലാം ഉണ്ട്. ഇതുവഴിയാ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിപ്പോന്നെ. ക്ഷേത്രത്തിന്റെ എൻട്രൻസ് ആയത്. ശരിക്കും ഇങ്ങോട്ട് ഈ വണ്ടികളൊന്നും കടത്തി ഇവിടെ അല്ലല്ലേ, ഇവിടെ കൊണ്ടിട്ടേക്കുന്നതേ. അപ്പൊ ഇവിടെ കടത്തി വിടാ പിന്നെ എങ്ങനെ വരുവാ? അമ്പലത്തിന്റെ മുകളിൽ എവിടെയെങ്കിലും പാർക്കിംഗ്? മുകളിൽ എവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ലല്ലോ. മലയല്ലേ മൊത്തം. ശരിക്കും അവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കണ്ട. ഇത് ചാത്തണ്ണ കൊടുക്കേണ്ടതായിരുന്നു. ചാത്തണ്ണ ഓടിച്ചേനെ.
ഇത്ര നേരം നമ്മൾ വന്ന സിറ്റി പോലൊന്നും അല്ല, ഇത് ഭയങ്കര ഇടുങ്ങിയ സിറ്റി. അത് തന്നെ ഇവിടെ ഈ സൈഡിൽ കൂടെ എല്ലാം ഇതുണ്ട്. ഇതുപോലെ വണ്ടി നിർത്തിയിട്ടേക്കുന്ന ഏറ്റവും പ്രശ്നം. മെയിൻ റോഡിലോട്ട് കേറുന്നില്ലേ? ഇത് ഇത് ഹൈവേയാ, വൺ വേയാ. ഇങ്ങോട്ട് വരുന്ന വഴി അപ്പുറത്തൂടെ കണ്ട് പോകും. അപ്പുറത്തൂടെ വണ്ടി വന്ന് ഇറങ്ങുന്ന കണ്ടില്ലായിരുന്നോ? ഇത് അത് ബൈപ്പാസ് ആണ്. ഗവൺമെന്റ് PG കോളേജ് ജോഷിമഠ് ചമോലി. നമ്മുടെ പുറയിലൂടെ നമ്മുടെ ജാഥയ്ക്ക് പിന്നിൽ വന്നിരുന്ന ആൾക്കാരെ എല്ലാം നമുക്ക് കയറ്റിവിടാം, എന്നിട്ട് പോവാം. ഇതങ്ങ് വരെ ബ്ലോക്ക് ഉണ്ടായി കാണും. നമ്മൾ ഇത്ര പതുക്കെയല്ലേ വന്നത്. എന്ത് വണ്ടികളാ വരാനുള്ളത്? ആ ബസ്സൊക്കെ ഉണ്ട്, പ്രൈവറ്റ് ബസ്സൊക്കെ ഉണ്ട്. പെർഫോമൻസ് പോരാ, വണ്ടി കുറവാ. എന്നാ ഇങ്ങോട്ട് വേണ്ട, ഞാനാണെങ്കിൽ അങ്ങേറ്റം വരെ ആക്കിയേനെ. കുറച്ച് വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒന്നും കാണുന്നില്ലല്ലോ. കുറച്ച് വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതെന്ന് വെച്ചാൽ അവിടെ എങ്ങാണ്ട് ബ്ലോക്ക് ആയെന്ന് തോന്നുന്നു. വണ്ടികൾ വരുന്നില്ല ഇപ്പോൾ. നമ്മൾ ഈയിടെ വന്ന വഴികളൊന്നും അല്ല. ഇതാണ് വഴി. കണ്ടോ? താമരശ്ശേരി ചുരം അല്ലേ? മണ്ട തട്ടുവോ? നോക്കിക്കോണം കേട്ടോ. എടാ ഒന്ന് നോക്കിയടാ. ഞാനെങ്ങനെ നോക്കാണ്? ഇതുണ്ടോ? ഇതാണ് ഇങ്ങോട്ട് വരുന്ന ലൈന്. അതിലെ വൺ വേ അങ്ങോട്ട് കയറ്റി വിടും, ഇങ്ങോട്ട് വരുന്ന വണ്ടി ഇങ്ങനെ കറങ്ങി ഇവിടെ വരും. ആ, അത് ബൈപ്പാസ് ആയിരുന്നു. ഈ വഴി പിന്നെയും കുഴപ്പമില്ല. വന്നൊരു വനത്തിലേക്ക് കയറിയ പോലെ തോന്നുന്നു. നമ്മുടെ അവിടുത്തെ പോലെ വലിയ മരങ്ങളല്ലേ, അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങൾ കണ്ട കേരളം പോലെ നല്ല സാമ്യമുണ്ട്. ഇതാണ് NH7 കയറിയെന്ന് പറഞ്ഞത്. NH7 ഇതാ. അല്ല, നമ്മൾ വന്ന എല്ലാം തന്നെ NH7 തന്നെ ആന്നേ. പക്ഷെ അവിടെയൊക്കെ വീതി ഉണ്ടായിരുന്നല്ലോ. വീതി എല്ലാം സിറ്റികളിലെല്ലാം വീതി കുറവല്ലായിരുന്നോ? വരുന്നു. ഇതേ നല്ല ഒരു ഹെയർ പിൻ ബെൻഡ് ആണ്. നല്ല വളമായി. താഴേന്ന് വണ്ടി കയറി വന്നോണ്ടിരിക്കുന്നോണ്ട് കാറുകൾ ഇഷ്ടം പോലെ കയറി വരുന്നുണ്ട്. ചാത്തോണി സൈഡിലേക്ക് നോക്കണം കേട്ടോ. ചാഞ്ഞ് നിൽക്കണോ? ഇവിടെ രണ്ട് വണ്ടി പാസ്സാൻ പാടാ, വെല്ലുവണ്ടി. അതുകൊണ്ട് പോലീസുകാർ ഇവിടെ എല്ലാം നിപ്പുണ്ട്. നമ്മളോട് ഇവിടെ ഒതുക്കാൻ പറഞ്ഞു. ഇനി നമ്മളെ മല ഇറങ്ങുവാ. നീ മല ഇറങ്ങുക, ആ താഴെ കുഴി ചെല്ലണോ? ഇനി ഇതെന്നാ ഒരു മലയായിരുന്നു. ആലോചിക്കുന്നത് ഈ മല മുഴുവൻ തിരിച്ചു കയറണമല്ലോ എന്ന് ആലോചിക്കുന്നത്. അതെ അതെ. എന്നിട്ട് പിന്നെ മുകളിലോട്ട് പോവാ. ഇപ്പോഴേ ഈ ബ്ലോക്ക് ഉടനെ അങ്ങ് മാറുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും ഇറങ്ങിപ്പോയി ആളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുക. നമുക്ക് ഒന്ന് ഇറങ്ങിയാലോ? അതെ. ഇതേ വാൽനട്ടിന്റെ മരം ഇതുണ്ട്. വാൽനട്ടൊക്കെ കായ്ച്ചു തുടങ്ങി. ഇതെല്ലാം താഴെ നിന്ന് കണ്ടിട്ടുള്ളായിരുന്നു. ഇവിടെ വന്നുകൊണ്ട് ഇപ്പം മോളിൽ നിന്ന് കാണാം. ഇതേ അങ്ങ് താഴെ കൂടെ നമുക്ക് പോകണ്ട. അതുകൊണ്ടോ വഴിയുണ്ടോ? എനിക്കൊന്ന് എന്നിട്ട് ഈ മല കയറി പോകണമെന്ന് തോന്നുന്നു. ആ ശരി, ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറണമായിരിക്കും. അപ്പോൾ ഇങ്ങോട്ടൊക്കെ കറങ്ങാൻ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഡൽഹിയിൽ നിന്ന് പോകുന്നല്ലേ? പഠിക്കുന്നത് ഡൽഹിയിലാണോ? കോഴിക്കോട്. നാട്ടിൽ നിന്ന് ട്രെയിൻ ഡൽഹിയിൽ ഇറങ്ങിച്ച് അവിടുന്ന് ബസ്സിന് വന്നു. ബസ്സെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇവിടുത്തെ? തട്ടിയോ? വേറെ വണ്ടി കിട്ടേ? ആ ശരി. ആ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും വേറെ എണ്ണം കണ്ടു. ജീവൻ പണയം വെച്ച് ഇരിക്കുക. അതല്ലേ അവര് വന്ന വണ്ടിയാ പുറകെ കിടക്കുന്നത്. ഇവിടെ മുന്നോട്ട് അങ്ങ് വരെ ബ്ലോക്കാ, പക്ഷെ പുറകിലേക്ക് വണ്ടികൾ വളരെ കുറവാ. ഇതുണ്ടോ? കുറച്ച് വണ്ടികളേ ഉള്ളൂ. താഴേന്ന് വണ്ടി കയറി വരുന്നുണ്ട്. ഈ വണ്ടിയാ ബ്ലോക്കാക്കിയ വണ്ടിയാ. ഈ വണ്ടി അവിടെ തിരിയാൻ താമസിച്ച് അങ്ങനെ എന്തെങ്കിലും ആയതുകൊണ്ടായിരിക്കും ഇത്രയും ബ്ലോക്ക് ആയത്. ഇതാണ് സത്യത്തിലുള്ള ജാഥ ക്യാപ്റ്റൻ. അതെ, നിറച്ച് വണ്ടി. അപ്പൊ ഈ അതുകൊണ്ടാ ഇനിയിപ്പം വണ്ടി പോകും. ബാ നമുക്ക് വണ്ടി കയറാം. കണ്ടോ? ആ വണ്ടി പോയി, വണ്ടിയെല്ലാം പോകുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, ചെറിയ വഴി ആയോണ്ടേ ഇടയ്ക്ക് ഓരോ റിലാക്സേഷൻ ആയിട്ട് കപ്പലിന്റെയും കടലൊക്കെ കഴിച്ചിരിക്കുക. പിന്നെയും ബ്ലോക്കായി. പിന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി പോയാൽ മാത്രമേ താഴോട്ട് ഇറങ്ങുള്ളൂ. അടുത്ത ബസ് വരുന്നുണ്ട്. ഇതിലേ പോവാന്നുള്ള പോവാന്ന് തോന്നുന്നു. നമ്മള് മാക്സിമം ഒതുക്കി ഇട്ടേക്കുന്നേ. അതിച്ചിരി വെളിയിലേക്ക് തള്ളിയാ നിൽക്കുന്ന വണ്ടി. അപ്പൊ ആ താഴെ നിന്നുള്ള വണ്ടി മൊത്തം കയറി പോയാലേ നമുക്ക് അങ്ങോട്ട് വഴി ഓപ്പൺ ആവുള്ളൂ. ഏതൊക്കെയായാലും കുറച്ച് വണ്ടികൾ പോയി. അതുകൊണ്ട്
ബ്ലോക്ക് മാറി എന്ന് പറയാം. പിന്നെ താഴേക്ക് ചെല്ലുമ്പോൾ ഇനിയും ആവാൻ സാധ്യതയുണ്ട്. എത്ര പേരായിരുന്നു ഇപ്പൊ സൈഡ് പറഞ്ഞത്? എന്നാന്നറിയോ, നമ്മളെ സൈഡിൽ കൂടെ വന്നാലേ ഇവർക്കും കയറിപ്പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ നമുക്കേ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെയൊക്കെ രാത്രിക്ക് വരാം. രാത്രിക്ക് വരുന്നതായിരിക്കും നല്ല. ഇന്നലെ രാത്രി അധികം വണ്ടിത്തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇവിടെ പോലീസുകാരൻ നിൽക്കുന്നതുകൊണ്ടാ ഏതായാലും വണ്ടികൾ ഇവിടെ നിർത്തിയേക്കും. ഞാൻ ഓർക്കുകയും ചെയ്തു, ആ ടിപ്പറുകാരൻ എന്നെ കയറി വരാത്തതെന്ന്. ഇവിടം തൊട്ട് ഇനിയും ബ്ലോക്കാന്ന് തോന്നുന്നു. കുറച്ച് സമയം എടുക്കും നമ്മൾ താഴെ ഇറങ്ങി ചെല്ലാൻ. നമ്മുടെ പുറയിലുണ്ടായിരുന്ന ബസ്സുകാരൻ വന്നിട്ടില്ല കേട്ടോ. അത് അവിടെ എവിടെയെങ്കിലും ബ്ലോക്കായി. അതാ താഴെ ഇനിയും ഒരുപാട് വലിയ വണ്ടികൾ കയറി വരാനുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ. അത്ര പെട്ടെന്ന് തീരാൻ സാധ്യതയില്ല. 2 വണ്ടി അറ്റ പാസ്സായി പോകും. അത് ചില സമയങ്ങൾ ചില സ്ഥലത്ത് പാസ്സാകത്തുമില്ല. അതാ ഇത്രയും ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഹരിദ്വാർ ചെല്ലേണ്ട വണ്ടി അതൊക്കെ എപ്പോൾ ചെല്ലും? നാളെ നേരം വെളുക്കുമായിരിക്കും. മഴ ചാറുന്നുണ്ട് കേട്ടോ. അയ്യോ, മഴയും കൂടെ പെയ്താൽ നല്ല സുഖമായി. ഭയങ്കര ബ്ലോക്കാ കേട്ടോ. എന്ത് വണ്ടികളാ! കൊറേ നേരമായി നമ്മളിപ്പോ ഇങ്ങനെ നടക്കാൻ വേണ്ടിട്ട്. ഇവിടെ തീർന്നൊന്നുമില്ല, താഴെ ഉണ്ട്. അതിനാന്നറിയോ, താഴേന്ന് വണ്ടി കയറി വരാത്തോണ്ടാ. ഇനി താഴെ ഉണ്ട്. അങ്ങ് താഴോട്ട് നോക്കിയ ബ്ലോക്ക് കാരണം. അങ്ങ് താഴെ ഉണ്ട്. താഴോട്ട് നോക്കിയ താഴെ ഫുള്ള് ബ്ലോക്കാ കേട്ടോ. അതവിടെ പോലീസ് തടഞ്ഞേക്കുന്ന വണ്ടി കയറി വരാതെ. ഈ വളവാ നമ്മൾ ആ മോളിൽ നിന്ന് കണ്ടതെന്ന് തോന്നുന്നു. അല്ല, ഇത്രയും നേരമേ ഒത്തിരി വണ്ടിക്കാരുണ്ടായി. ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ പുറകിലും ആരുമില്ല, മുന്നെല്ലാം ചെറുവണ്ടികളായിരുന്നു, അവരെല്ലാം വിട്ടുപോയി. പുറകിൽ ആ വെല്ലുവണ്ടി ആയതുകൊണ്ട് അവരവിടുന്ന് പാസ്സായി വന്നിട്ടുമില്ല. നമുക്കുള്ള ബ്ലോക്കൊക്കെ വരുന്നുള്ളൂ. താഴെ കിടപ്പുണ്ട്. താഴെ നിന്ന് വലിയ വണ്ടി തന്നെ കയറി വരുന്നത്. എല്ലാരെയും കടത്തി വിട്ടിട്ട് നമുക്ക് പോവാം. ഇപ്പൊ ഹില്ല് കൂടെ ഓടിച്ചില്ല എന്നുള്ള കംപ്ലൈന്റ് തീർന്നില്ലേ? അതെ, ഹിൽ ലൈസൻസ് ഇല്ലാതെ ഹില്ല് കൂടെ ഓടിച്ചു. പണ്ടത്തെ ഹിൽ ലൈസൻസ് ഒക്കെ പൊടിതട്ടി എടുത്താൽ മതി. അതെ, നമ്മൾ ഏകദേശം ബ്ലോക്കിനകത്തുനിന്നൊക്കെ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. താഴെ ചെല്ലുമ്പോഴത്തേക്കും അറിയാം. അപ്പൊ അതേ അളകനന്ദാ നദിക്ക് കുറുകെയുള്ള പാലം ഇത്. നമ്മളെ മോളിൽ എന്തോരം താഴെ അളകനന്ദാ നദി കണ്ടത്. അപ്പൊ അതേ അടുത്ത് വന്നു. വിഷ്ണുപ്രയാഗ് ഹൈഡ്രോ. ബദ്രീനാഥ് 35 കിലോമീറ്റർ, ഗോവിന്ദഘട്ട് 10 കിലോമീറ്റർ. ഇതുണ്ടോ മോളിന്നേ കല്ലിടിഞ്ഞ് വന്ന് കിടക്കുന്ന കണ്ടോ? ഇവിടെ എല്ലാം കണ്ടില്ലേ, പെട്ടയ്ക്ക് വണ്ടി വന്ന് കയറി വന്ന് കിടക്കുക. അതുകൊണ്ടാ ഈ ബ്ലോക്ക്. ഇതാ ഇത്രയും ബ്ലോക്കായി നിൽക്കുന്നിടത്തൂടെ കയറി വരിക എന്ന് പറഞ്ഞാൽ എന്നെ പറയാനാ. ഇതുണ്ടോ, നമ്മളപ്പോ ആ മല ഇറങ്ങി അടുത്തൊരു മലയുടെ അടിവാരത്തൂടെയാണ് പോകുന്നത്, നദിയുടെ തീരത്തൂടെ തന്നെ. നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം വിഷ്ണുപ്രയാഗാണ്. ഇവിടെ എന്നെ ഒഴുക്കാന്നറിയോ കുത്തി വിളിച്ച്. അതുണ്ടോ നല്ല വെള്ളം വരുവാ. ഇവിടെ നല്ല വീതിയുള്ള വഴിയായിരുന്നു, ഡബിൾ ലൈൻ. പക്ഷെ അവിടെ എല്ലാം കുറെ ഭാഗം നദിയുടെ തീരെ ഇടിഞ്ഞു പോയി. ഇങ്ങനെ ഇവിടുത്തെ ഒരു പ്രശ്നം. വഴി നല്ല പണിതെന്ന് പറഞ്ഞാലും എപ്പോഴാ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. വെൽക്കം ടു നന്ദാദേവി ബയോസ്ഫിയർ റിസർവ്. ബദ്രീനാഥ് 31 കിലോമീറ്റർ. ആദ്യമേ ഗൂഗിളിൽ കാണിച്ച് നമ്മൾ 3 മണിയാകുമ്പോൾ ബദ്രീനാഥ് ചെല്ലുമെന്നായിരുന്നു. പിന്നെ അത് 7 മണിയായി. ഇപ്പം സമയം 7 മണിയായി. ഇവിടെ എത്തിയുള്ളൂ. ഇനിയും കിടക്കാൻ 31 കിലോമീറ്ററോടെ. നമ്മളൊരു 9 മണിയാകുമ്പോഴേ ചെല്ലുള്ളൂ കുറഞ്ഞത്. 10 മണി. ചിലപ്പോൾ 10 ആവും. ഒന്നും പറയാൻ പറ്റിയല്ല. ഇതുണ്ടോ നമ്മളെ ഇപ്പൊ ഈ 2 വലിയ മലകളുടെ ഇടുക്കിൽ കൂടെ ഒരു മലയുടെ അടിയിൽ കൂടെ പോകുന്നത്, അടിവാരത്തൂടെ. ബൽദുര ഇങ്ങോട്ട് നോക്കിയാ പാറയുടെ ഇടുക്കി കൂടെ വെള്ളം ഒഴുകി വരുന്നത്. ഇത് പുതിയ പാലം പണിയുന്നതല്ലേ? പുതിയ പാലം പണിയുന്ന വീക്ക് ബ്രിഡ്ജ്. സ്പീഡ് ലിമിറ്റ് 20, ലോഡ് യൂണിറ്റ് 18 ടൺ. ലോഡ് ലിമിറ്റ് ലിമിറ്റ് നമ്മുടെ 9 ടണ്ണേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കിയല്ലേ നദി ഒഴുകുന്നുണ്ടോ? എന്നാ മലകളാന്ന് നോക്കി, ആകാശം മുട്ടാ നിൽക്കുന്നത്. അത് പക്ഷേ ഫുള്ള് കല്ലാ കേട്ടോ അല്ലേ? പാറയാ. പാറക്കടി കൂടെ പോന്നെ. ഈ മലയൊക്കെ പൊട്ടിച്ച് റോഡ് പണിയണല്ലേ? എന്നാ കല്ലായിരിക്കുന്നുണ്ടോ? അയ്യോ, കല്ലുണ്ടോ? ഇപ്പൊ താഴോട്ട് പോരും തോന്നുന്നു, ഇളകിയിരിക്കുന്ന പോലെ തോന്നുന്നു. എന്ന് നോക്കോ. മുമ്പേ വന്ന ആംബുലൻസ് ഇവിടെ വന്ന കേട്ടോ. ഇവിടെ എന്തോ അപകടം സംഭവിച്ചോ? അയ്യോ കല്ല് വീണ കേട്ടോ. അയ്യോ സത്യം കേട്ടോ. മോളിന്ന് കല്ല് വീണതാ, കല്ലുരുണ്ട്. അയ്യോ ദൈവമേ.
അതെ, ബൈക്കുകാരന് നല്ല പരിക്കോ എങ്ങനെയാണെന്ന് അറിയത്തില്ല അവസ്ഥ. അപ്പം ആ ബ്ലോക്കിനകത്ത് എത്ര സമയം കഴിഞ്ഞായിരിക്കും ആംബുലൻസ് ഇവിടെ വന്നേ. അതെ അതെ, ആ ബൈക്ക് മൊത്തം പോയി. അത്രയും വലിയ കല്ലല്ലേ വീണേ. അപ്പൊ ആളുടെ അവസ്ഥ തന്നെ ആയിരിക്കും എന്ന് ഒരു പിടിയില്ല. ഇതൊരു വല്ലാത്ത വഴി തന്നെയാ കേട്ടോ ഇത്. അതെ അതെ, ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൊക്കം എന്താ, ഒരു ചെറിയ ഒരു കല്ല് വന്നാലും ഇത്രയും ഹൈറ്റിൽ നിന്ന് വരുമ്പോ നമുക്ക് ഭയങ്കര നമ്മുടെ മേത്ത് വീണിട്ടുണ്ടല്ലേ. അപ്പൊ അത്രയും വലിപ്പമുള്ള ഒരു കല്ലെന്ന് പറഞ്ഞാലേ അതൊരു 50 കിലോ എങ്കിലും ഉള്ള ഒരു കല്ല. ഒന്നല്ല, കുറെ 3-4 അവിടെ കിടപ്പുണ്ടായിരുന്നു. മലയ്ക്ക് ഒരു ചായ്വ് പോലും ഇല്ല. എന്നാ നേരെ അല്ല, ഞാനേ ആദ്യം നമ്മളെ കാശ്മീർ പോയപ്പോ കാശ്മീരിലെ മലകൾ കണ്ടപ്പോ ഓർത്തു ഇതായിരിക്കും ഭയങ്കരം എന്ന് ഓർത്തു. അത് കഴിഞ്ഞ് ലഡാക്കിൽ ചെന്നപ്പോ അതായിരിക്കും ഭയങ്കരം. അപ്പൊ അതും കഴിഞ്ഞ് ഹിമാചലിൽ വന്നപ്പം അതാണെന്ന് ഓർത്തു. അപ്പം അതിനെ എല്ലാം കവച്ചു വയ്ക്കുന്ന മലകളാണ് ഉത്തരാഖണ്ഡിലുള്ളത്. അതെ അതെ, അതിലും വലുതാ. എന്ത് വണ്ടികളാന്ന് നോക്കി. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവര് റെസ്റ്റ് എടുക്കുന്നതാന്ന് തോന്നുന്നു. അതോ ഇനി അങ്ങനത്തെ ആൾക്കാർ പോയേക്കുന്നതാണോ? ഇതെല്ലാം വലിയ വണ്ടികളാണ് ഇവിടെ ഇട്ടേക്കുന്നത്. നീ ഇവിടെ വരെ വലിയ വണ്ടികൾ വരുവുള്ളൂ. അതാ ഒരു സംശയം. വണ്ടികളെല്ലാം ഇതെവിടെ പാർക്ക് ചെയ്തേക്കുന്ന, ഇതെല്ലാം ആൾക്കാർ അങ്ങോട്ട് പോയേക്കുന്നതാന്ന് തോന്നുന്നു. നേരത്തെ എല്ലാവരോടും ചോദിച്ചാലോ? നമുക്ക് ചോദിക്കാം, അങ്ങോട്ട് ഏതൊരു ചോദിക്കാം എവിടെയെങ്കിലും. ഇതാണ് ഗോവിന്ദഘട്ട്. വാലി ഓഫ് ഫ്ലവേഴ്സ് റൈറ്റ്, ഹേംകുണ്ട് സാഹിബും റൈറ്റിലേക്കാ. പിന്നെ ബദ്രിനാഥ് നേരെ. അപ്പം മിക്കവാറും ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ പോയേക്കുന്ന ആൾക്കാർ വന്ന വണ്ടിയായിരിക്കും അത്. എന്തോരം ബസ്സാണ് കിടക്കുന്നെന്ന് നോക്കിയേ. മഴ വീണ്ടും ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് റൈറ്റ് വാലി ഓഫ് ഫ്ലവേഴ്സ്, ശ്രീ ഹേംകുണ്ട് സാഹിബ് യാത്രാമാർഗ്. ഇപ്പം നമ്മളിപ്പം അവിടെ കണ്ട വണ്ടികളെല്ലാം ഈ ഹേംകുണ്ട് സാഹിബിലോട്ട് വന്ന തീർത്ഥാടകരുടെ വണ്ടിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുദ്വാരയാണ് ഈ ഹേംകുണ്ട് സാഹിബ് ഗുരുദ്വാര. ഇവിടുന്ന് കുറേ ദൂരം ഇവിടെ വണ്ടി ഇട്ടിട്ട് ഒരു 18-19 കിലോമീറ്റർ നടന്നാണ് ഗുരുദ്വാരയിലേക്ക് പോകുന്നത്. ഇവിടെയും ബ്ലോക്കാണ് കേട്ടോ. ബദ്രിനാഥിന് ഇവിടുന്ന് 25 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അങ്ങോട്ടുള്ള തിരക്കായിരിക്കും. ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റാണ്. ഇത് വണ്ടിയെല്ലാം ചെക്ക് ചെയ്താൽ ഇവിടുന്ന് പാസ് ഉണ്ടോന്നോ അങ്ങനെയുള്ളതൊക്കെ. ഞാൻ ഓർത്ത് ബ്ലോക്ക് ആണോന്ന് വഴി. यहाँ से कितना टाइम लगेगा? 23 किलोमीटर। 23 1 घंटे में पहुंचे? 1 घंटा। रोड तो ऐसे ही है। रोड तो बढ़िया है। हाँ, പാർക്കിംഗ് പ്ലേസ് ഉണ്ടോ? पार्किंग करने को जगह है उधर, बड़ा गाड़ी है ना। या भैया पार्किंग के लिए जगह है? पार्किंग पार्किंग है वहाँ। हाँ, എല്ലാരും ചോദിക്കുന്നേ 5 പേർക്ക് വേണ്ടിയാണോ ഇത്രയും വലിയ വണ്ടി? ഇത്രയും വലിയ വണ്ടി 5 പേരെ ഉള്ളതെന്ന് ചോദിക്കുന്നേ. ഇവിടെ വഴി പണി നടക്കുന്നുണ്ട്, വീതി കൂട്ടുന്നുണ്ട്. അവിടെ നമ്മുടെ പാസ് മേടിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് ഓരോരുത്തരുടെയും എല്ലാവരുടെയും സ്കാൻ ചെയ്തിട്ടാണ് ഇവിടുന്ന്. പിന്നെ വേറെ പിന്നെയും വണ്ടി നമ്പറൊക്കെ വെച്ച് എൻട്രി ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര ആണുങ്ങളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട്? അതെല്ലായിടത്തും അതെ. സ്ത്രീകൾ എത്ര ഉണ്ട്, പുരുഷന്മാർ എത്ര ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് പന്തുകേശ്വർ എന്ന് പറഞ്ഞ സ്ഥലം. ഇതന്നെ കൊട പിടിച്ചേക്കുന്ന പോലാണല്ലോ. കൊടയൊക്കെയാ, പക്ഷെ വല്ലതും പൊഴിഞ്ഞു വരുന്നുണ്ടോന്ന് നോക്കണം. ഇതുണ്ടോ? എന്നെ കുത്തി വലിച്ചാ പോന്നറിയോ താഴെക്കൂടെ വെള്ളം. ഇതൊരു ഡാമാ. അതുകൊണ്ട് അത്രയും പവറിൽ വെള്ളം വന്നു. ഡാം തുറന്നു വിട്ടേക്കുന്ന. അതെ, നമ്മള് വീണ്ടും അടുത്ത മല കയറിക്കൊണ്ടിരിക്കുക. ഈ മലയുടെ മുകളിലായിരിക്കും ബദ്രിനാഥ്. അളകനന്ദാനന്ദയുടെ തീരത്തിരുന്നേ ഒരു ചായ കുടിക്കാം. 2 മണിക്കൂറായിട്ട് മെയിൻ ഡ്രൈവറോട് പറയുക ഈ ഹിൽ ഡ്രൈവർക്ക് ഒരു ചായ വെച്ച് തരാൻ. അപ്പോൾ എന്നാ ചായ കുടിക്കാൻ, ഇനി നമുക്ക് അങ്ങോട്ട് പോവാം, അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞേ. ഞാനല്ല, മൂത്ത മോളാ പറഞ്ഞത്. ആ അത് തന്നെയല്ല, ഞാൻ ഒന്ന് ചായ വെക്കാൻ വന്നാ ഈ റോഡിൽ കൂടെ ഓടിക്കുമ്പോ എങ്ങനെ ചായ വെക്കാൻ? ഓട്ടത്തെ പറ്റിയല്ല, അവിടെ ബ്ലോക്കിൽ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞ. അന്നേരം ഞാൻ വന്ന് ഗ്ലാസ്സും ഒക്കെ എടുത്ത് ഇത് പാലും ഒക്കെ എടുത്തായിരുന്നു. ഇനി ഒരു 10-15 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഏതൊക്കെയാലേ നമ്മൾ ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പം ഇപ്പം ചെറിയ തണുപ്പൊക്കെയാണ് വെളിയിൽ, തണുപ്പുണ്ട്. ഇനി മുകളിലേക്ക് ചെല്ലും തോറും നല്ല തണുപ്പായിരിക്കും. ഈ ഡോറ് തുറക്കുവാണെങ്കിൽ ഇപ്പം നദിയുടെ ഹുങ്കാര ശബ്ദം കേൾക്കാം. അതെ, നല്ല സൗണ്ടാണ്. സൗണ്ട് കേൾക്കുമ്പോൾ പേടി വരും ശരിക്കും പറഞ്ഞാൽ. കാണത്തില്ല രാത്രി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഹനുമാൻ ചട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇങ്ങോട്ടേ കുറച്ച് ദൂരം നല്ല വഴിയായിരുന്നു, നല്ല വീതിക്ക് പുതിയ വഴി. ഇവിടെ കുറേ വഴി മോശമാണ്, പണി തീരാത്തതായിരിക്കും. ഇനി മേളിലോട്ട് വഴി ഇങ്ങനെയാണോ? മുകളിലോട്ട് വഴി കുറേ മോശമാണെന്ന് തോന്നുന്നു. ഇത് പണി തീരാത്ത, താഴെയൊക്കെ പുതിയതായിട്ട് ടാർ ചെയ്തായിരുന്നു. ഇവിടുന്ന് നല്ല വഴിയാണ്. അവിടെ കുറച്ച് ദൂരം പണി തീരാനുള്ള. രാത്രി ആയപ്പോഴത്തേനെ വണ്ടികളൊക്കെ വളരെ കുറവായി. വണ്ടികൾ കുറവാ. നമുക്ക് തിരിച്ചു വല്ല രാത്രിയിലും വന്നാൽ മതി. പിന്നെ അത് തന്നെയല്ല, മറ്റേ
KM കുട്സാവിന്റെ അങ്ങോട്ടുള്ള ആൾക്കാർ അവിടെ കൊണ്ട് നിന്നല്ലോ. പിന്നെ ഇങ്ങോട്ടുള്ള മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടും കൂടെ കുറവ്. മഴ ചെറുതായിട്ട് പൊടിക്കാൻ തുടങ്ങി, ഇടിവാളും മിന്നുന്നുണ്ട് ഇടയ്ക്ക് നല്ല. ബദരീനാഥ് 4 കിലോമീറ്റർ, മാന 8 കിലോമീറ്റർ, മാന പാസ് 58 കിലോമീറ്റർ. ഇതുണ്ടോ? ഇങ്ങനെയായിരുന്നു മുമ്പെയൊക്കെ. നമ്മളങ്ങനെ ബദ്രീനാഥിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്ക്. അതെ, വെറും 2-3 കിലോമീറ്ററുകൾ മാത്രം. കല്ലൊക്കെ പൊഴിഞ്ഞു വീണ് കിടപ്പുണ്ട് കേട്ടോ. മോള് മുട്ടോ? ഇവിടെ എല്ലാം വഴി കുറച്ചുകൂടെ മോശമാണ്. അവിടെ വെള്ളം ഒഴുകി വരുന്നുണ്ടോ? ഇതെല്ലാം ഒഴുകി പോയടോന്നാ തോന്നുന്നു കേട്ടോ. ആണെന്ന് തോന്നുന്നു. ആ, ഭദ്രകരോ തു സതതം ബദരി വിശാൽ. ഇവിടെ ഒരു 120 രൂപ എൻട്രി ഫീസ് ഉണ്ട് ബദ്രീനാഥിലേക്ക് എത്തുമ്പോൾ. അപ്പം നമ്മളിത് ബദരീനാഥിലെത്തി. എവിടെയെങ്കിലും നമ്മൾ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണം. നോക്കി, പാർക്കിംഗ് റൈറ്റിലേക്ക് കൊടുത്തേക്കുന്നു. ഇത്രയും മല കയറി ഇവിടെ വരുമ്പോഴേ ഇത്രയും വലിയ ഹോട്ടലുകളും ഒക്കെ ഉണ്ടെന്ന് നോക്കും അല്ലേ? അതെ, അടിപൊളി സൗകര്യങ്ങളല്ലേ, വലിയ ഹോട്ടലുകളുണ്ട് ഇവിടെ. ഇഷ്ടം പോലെ ഹോട്ടലുകളും എല്ലാം ഉണ്ട്, പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മല ആണേലും കുറെ ഏരിയ ചെറിയ ചെരുവിലുള്ള പ്രദേശമാണ്. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ? അവിടെയൊക്കെ ഒത്തിരി വണ്ടികൾ കിടപ്പുണ്ട്. ഇത് പാർക്കിംഗ്, ഇതിനകത്തോട്ട് ഇറങ്ങാൻ പറ്റുമോ? അങ്ങോട്ട് ഇട്ടാലോ? അപ്പോൾ നമ്മൾ ബദ്രീനാഥ് എത്തി. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് പതുക്കെ ചുമ്മാ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ വരെ ഒന്ന് പോയിട്ട് വരാം. ഇതെല്ലാവേ ഹരിദ്വാർ ബദ്രീനാഥൊക്കെ ഓടുന്ന ബസ്സുകളാണ് ഇവിടെ. ഇത് ബസ്സിൻ്റെയും ടാക്സിയുടെ ഒക്കെ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നത്. എന്താണേലും നമ്മൾ ഇവിടെ ഇറക്കി ഇട്ടു. ഇവിടെ കണ്ടെടുത്ത് വണ്ടി ഇട്ടു, അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇത്രയും മലമണ്ടയ്ക്കല്ലേ, ഇത്രയും ബിൽഡിങ്ങുകളൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പണിയണമെങ്കിലേ എന്ത് ചിലവ് വരും. ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട്. നമുക്കാണ് വണ്ടി എടുത്ത് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്താലോ? ക്ഷേത്രത്തിലേക്ക് കുറച്ച് നടക്കണമെന്ന് തോന്നുന്നു ഇവിടുന്ന് കുറച്ചുകൂടെ. പക്ഷെ ഇവിടെയൊക്കെ ഇതുണ്ടോ, ഒരുപാട് ബിൽഡിങ്ങുകൾ പുതിയതായിട്ട് പണിയുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, ചെറിയ ചാറ്റമഴ. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചെത്തി. ഇനിയിപ്പം കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് കിടക്കാം. അപ്പം നമുക്ക് നാളെ ബദരീകാശ്രമത്തിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് കാണാം.